സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടയിൽ കേരളത്തിലെ കാലാവസ്ഥയിൽ വളരെ പ്രകടമായ മാറ്റം നമ്മൾ കാണുന്നു. കാലം തെറ്റിയുള്ള മഴ, നമ്മുടെ ഈ ഋതുക്കളെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങളൊക്കെ മാറി മറയുന്നു. ഇപ്പോൾ ആകെപ്പാടെ നമുക്ക് 2 ഋതുക്കളെ കിട്ടാറുള്ളൂ. ഒന്ന് വേനലും, രണ്ടാമത്തെ മഴയും. 6 മാസം മഴയും 6 മാസം വേനലും എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അടിസ്ഥാനപരമായി തന്നെ മാറ്റം സംഭവിച്ചിരിക്കും. 2018-ലും 2019-ലും നമുക്ക് കിടന്ന വെള്ളപ്പൊക്കങ്ങളെ കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ട്. ഇപ്പോഴും മഴ തുടരുന്നൊരു കാലം കൂടിയാണ് ഈ 2025. അപ്പോൾ ഈ കാലാവസ്ഥയിൽ വന്ന വ്യതിയാനം നമ്മുടെ ഭൂപ്രകൃതിയെയും ജനസംസ്കൃതിയെയും ഒക്കെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരവസ്ഥയും നമ്മൾ കാണുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട കടലിരച്ചു കയറുകയും നമ്മുടെ കുടിലുകളെയും ആവാസ വ്യവസ്ഥയൊക്കെ കഴുകി ഇറക്കുന്ന രീതിയിലേക്ക് കടൽ തീരങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. അതിൽ ഏറ്റവും ദുരന്തം അനുഭവിക്കുന്ന ഒരു കടൽ തീരമാണ് ചെല്ലാനം കടൽ തീരം. ചെല്ലാനം അത് എറണാകുളം ജില്ലയിലാണ്, കൊച്ചി താലൂക്കിലാണ്. ആ പഞ്ചായത്തിൻ്റെ പേരും ചെല്ലാനം എന്നാണ്. കടൽക്ഷോഭം കൊണ്ട് എല്ലാ വർഷവും ഏതാണ്ട് ഇടവപ്പാതി കഴിഞ്ഞാൽ ആ മഴ ഏതാണ്ട് അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തുന്ന സമയത്ത് നിരവധി വീട് നാശങ്ങൾ അവിടെ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ കടൽഭിത്തി കെട്ടാനുള്ള അവരുടെ ആവശ്യം വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള അവരുടെ ആവശ്യം ഉള്ളതാണ്. അത് ഏകദേശം അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഏതാണ്ട് പകുതിയായി നിൽക്കുന്ന ഒരവസ്ഥയാണ്. പകുതിയോളം കടൽഭിത്തി ആയിക്കഴിഞ്ഞു. ബാക്കി കടൽഭിത്തി കൂടെ കെട്ടി ഒരു നടപ്പാത കൂടിയായി അതിനെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളൊക്കെ സർക്കാർ ആലോചിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത് ഇത്രയും അതിൻ്റെ ഭൂപ്രകൃതിപരമായ അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന വാർത്തകളിലൂടെ പ്രത്യക്ഷപ്പെടുന്ന വിവരങ്ങളാണ് ചെല്ലാനത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത്. പക്ഷെ നമ്മുടെ പ്രധാന വിഷയം ചെല്ലാനം എന്ന് പറയുന്ന നാമം എങ്ങനെയാണ് രൂപപ്പെട്ടത്, അതിൻ്റെ നിരുക്തി എന്താണ് എന്നുള്ളതാണ്. ചെല്ലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വാത്സല്യം. അതിനാണ് ചെല്ലം എന്ന് പറയുക. ചെല്ലം വരുത്താൽ ചിതലരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇപ്പോൾ ഒരു കുട്ടി ഒരു മകനേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു മകളെ ഉള്ളെങ്കിൽ നമ്മൾ ഒരുപാട് ചെല്ലം കൊടുത്ത് ഒരുപാട് വാത്സല്യം കൊടുത്ത് വളർത്തും. അത് അവസാനം പിന്നെ തലവേദനകൾ സൃഷ്ടിക്കും എന്നുള്ള അർത്ഥമാണ് പഴയ ആ ഒരു ചൊല്ലിലുള്ളത്. ചെല്ലം വരുത്താൽ ചിതലരിക്കും. ആ ചെല്ലവും ഈ സ്ഥലവുമായി ഒരു ബന്ധമില്ല. കാര്യം ഒരു വാത്സല്യവും പ്രകൃതി ഇവരോട് കാണിക്കാറില്ല. മനുഷ്യരും വളരെ വാത്സല്യമൊന്നും ഭൂമിയോട് കാണിക്കാറില്ല. കാര്യം അവർക്ക് ദുരന്തം വിതയ്ക്കുന്നൊരു ഭൂമിയാണ്. അപ്പോൾ ചെല്ലത്തിൽ നിന്നല്ല ഈ സ്ഥലനാമം ചെല്ലാനം രൂപപ്പെട്ടത് എന്നാണ്. എന്നാൽ ഈ ചെല്ലത്തിനോട് അടുത്ത് നിൽക്കുന്ന മറ്റൊരു പദമുണ്ട്, ചില്ലം. നമുക്കറിയാം, ഒരു വൃക്ഷത്തിൻ്റെ ചെറിയ കമ്പുകളാണ് നമ്മൾ ചില്ല എന്ന് പറയുക. ചെറിയ നാണയങ്ങളെയാണ് നമ്മൾ ചില്ലറ എന്ന് പറയുക. നമ്മളൊക്കെ ചില്ലറ മാറുന്നവരും ചില്ലറ കൊടുക്കുന്നവരും ചില്ലറയ്ക്ക് വേണ്ടി വഴക്കുണ്ടാക്കുന്നവരൊക്കെയാണ്. KSRTCയിൽ നമ്മൾ നിരന്തരം കാണുന്നതാണ് ചില്ലറയ്ക്ക് വേണ്ടിയുള്ള വഴക്ക്. അപ്പോൾ ചില്ലറ എന്ന് പറഞ്ഞാൽ ചെറിയ നാണയങ്ങളാണ്. അതുപോലെയാണ് നമ്മൾ ചില്ലകൾ, വൃക്ഷങ്ങളുടെ ചില്ലകൾ. അതിൻ്റെ തായ്വേരും അതിൻ്റെ മൂടുമൊക്കെ തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. കാര്യം ചില്ലകളൊക്കെ ചെറിയ കമ്പുകളാണ് നമ്മൾ ചില്ലത്. അപ്പോൾ ചില്ല എന്ന് പറഞ്ഞാൽ ചെറുത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനം, കൂട്ടം എന്നാണ്. ചെറിയ കൂട്ടം, ചെറിയ സെറ്റിൽമെൻറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. ചെറിയ ആൾക്കൂട്ടം, കുറച്ച് ജനങ്ങൾ താമസിക്കുന്നൊരു സ്ഥലം. ഈ ചില്ലമാണ് നമ്മൾ പറഞ്ഞ് ചെല്ലമാക്കി മാറ്റിയത്. ചില്ലറയ്ക്ക് നമ്മൾ ചില്ലറയെന്ന് തന്നെ പറയും. പക്ഷേ ചില്ലം എന്ന് പറയുന്ന ഇത് സ്ഥലപ്പേരിലേക്ക് നമ്മൾ ചില്ലത്തിനെ ചെല്ലമാക്കി മാറ്റും. അങ്ങനെ ചില്ലമാണ് ചെല്ലമായി മാറി ചെറിയ ആൾക്കൂട്ടം എന്നുള്ള അർത്ഥത്തിൽ അത് പ്രയോഗിക്കപ്പെടുന്നു. കാര്യം ചില്ലറ ഞാൻ പറഞ്ഞു, നമ്മൾ ഇങ്ങനെ ഒരു പ്രയോഗത്തിൽ നിന്നാണത് വന്നത്. അതുപോലെ ചെല്ലക്കിളി നമ്മളൊക്കെ പ്രയോഗിക്കുന്ന മറ്റൊരു ഇതാണ് ചെല്ലക്കിളി. ചെല്ലക്കിളി എന്ന് പ്രായം ചെന്നവരാരെയും നമ്മൾ പറയാറില്ല. കൊച്ചുകുട്ടികളാണ് ചെല്ലമുള്ള കിളി എന്ന് പറയുക. കിളി എന്ന് പറഞ്ഞാൽ കുഞ്ഞ് എന്നാണ്, ചെറിയ കുഞ്ഞ് എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ചില്ലമാണ്, അല്ലാതെ ചെല്ലമല്ല. അപ്പോൾ ഇങ്ങനെ നിരവധി പ്രയോഗങ്ങൾ ചെല്ലവും ചില്ലവുമായി ബന്ധപ്പെട്ട് നമ്മൾ
പറയാറുണ്ട്. അപ്പോൾ ഈ ചെല്ലക്കിളിക്ക് മറ്റൊരർത്ഥം കൂടി ചെല്ല് പറയാറുണ്ട്. കാരണം അത് ചെല്ലമെന്ന് പറഞ്ഞാൽ വാത്സല്യമാണ്, വാത്സല്യമുള്ള കൊച്ചുകുട്ടി എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. മറ്റു ചെല്ല് പറയുന്ന അങ്ങനെയല്ല, വാത്സല്യത്തിന് എന്നുള്ള ആ ചെറുതിനെ നമ്മൾ ഈ ഇരട്ടിപ്പിച്ചതാണ് ഉള്ള പ്രയോഗമാണ്. അതായത് ചില്ലം എന്ന് പറഞ്ഞാലും ചെറുതാണ്, കിളി എന്ന് പറഞ്ഞാലും ചെറുതാണ്. അങ്ങനെ ഇരട്ടിപ്പിച്ച് പറയുന്ന തീരെ ചെറിയ കുഞ്ഞിനെയാണ് ചെല്ലക്കിളി എന്ന് പറയുന്നത്. രണ്ട് വ്യാഖ്യാനങ്ങളുണ്ട്. അതെന്തായാലും ശരി, ചെല്ലം എന്ന വാക്ക് ചില്ലത്തിൽ നിന്ന് രൂപാന്തരം പ്രാപിച്ചു വന്നതാണ്. ചില്ലം എന്ന് പറഞ്ഞാൽ ചെറുത്, ചില്ലം, ചില്ല, ഇതെല്ലാം ചെറുതാണ്. അങ്ങനെ ചെറിയ സെറ്റിൽമെൻറ്റ്, ഇനം, കൂട്ടം എന്നുള്ള അർത്ഥത്തിലാണ്. പിന്നെ ഒരർത്ഥം പറയുന്നത് ചില്ലം ചെറിയ വനമാണ് ചെല്ലാനമായി മാറിയത് എന്ന്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം, കടൽ തീരമാണ്. കടൽ തീരത്ത് വനം രൂപപ്പെടാനുള്ള സാധ്യത വളരെ 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 വിരളമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇനം അഥവാ കൂട്ടം എന്നുള്ള അർത്ഥത്തിലാവണം ഇത് രൂപപ്പെട്ടത്. ഒരു പക്ഷേ പണ്ടൊരു കാലത്ത് ഇത് കടൽ കുറേ അകന്ന് കിടന്നിരിക്കാം, അന്ന് ഇവിടെ വനം രൂപപ്പെട്ടിരിക്കാം, അങ്ങനെ വന്നതും ആകാം. എങ്കിലും ഇന്നത്തെ നമ്മുടെ അതിൻ്റെ ഭൂപ്രകൃതിയും അതിൻ്റെ മറ്റു രീതികളും വെച്ച് നോക്കുമ്പോൾ ചെറിയ സെറ്റിൽമെൻ്റാണ് ചില്ലാനം. ആ ചില്ലാനമാണ് പിന്നെ ചെല്ലാനമായി മാറിയത് എന്ന് ഊഹിക്കാനാണ് സാധ്യത ഏറെ. നന്ദി, നമസ്കാരം.